എല്ലാവർക്കും സ്വാഗതം. PSC 30 ഓഗസ്റ്റ് 2025 നടത്തിയ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമിൻ്റെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ദാമോദര ചാക്യാർ. രണ്ടാമത്തെ ചോദ്യം, ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ BR അംബേദ്കർ. മൂന്നാമത്തെ ചോദ്യം, വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സമാധാനം, ഭൂമി, അപ്പം. നാലാമത്തെ ചോദ്യം, ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആഭ്യന്തര മന്ത്രാലയം. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. ശരാവതി, താപ്തി, നർമ്മദ, വൈഗ. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പീച്ചി ജലസേചന പദ്ധതി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആക്സിയം ദൗത്യം 4. ഒമ്പതാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 10ാം പദ്ധതി, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. 11ാമത്തെ ചോദ്യം, രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 18%. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പഞ്ചാബ്, ഹരിയാന. ഓപ്ഷൻ ബി പഞ്ചാബ്, ഹരിയാന. 13ാമത്തെ ചോദ്യം, ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉം മാത്രം. ഓപ്ഷൻ എ 1ഉം 4ഉം മാത്രം. അതായത് പ്രാപ്തമാക്കുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. നാലാമത്തത്, കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 4ഉം മാത്രം. 14ാമത്തെ ചോദ്യം, ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. തന്നിരിക്കുന്നവയിൽ അധികാരികളുടെ റോളുകളുമായി ശരിയായ പൊരുത്തമുള്ളത് ഏതാണ്? 1. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA. അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ദുരന്ത നിവാരണത്തിൽ പങ്ക് ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം. രണ്ടാമത്തത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അതിൻ്റെ ഉത്തരമായി വരുന്നത് 2. ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. 3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്രസേനയുമായി ഏകോപിപ്പിക്കുക. 4. സംസ്ഥാന ആസൂത്രണ ബോർഡ്.
സംസ്ഥാന ആസൂത്രണത്തിലേക്ക് ദുരന്ത സാധ്യതാ ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം ശരിയായ ഓർഡറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ ബി. 15ാമത്തെ ചോദ്യം. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഭൂപരിഷ്കരണങ്ങൾ അസാധ്യ ഭൂവുടമസ്ഥയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. അതായത് KSPBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. മൂന്നാമത്തത്, KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. 17ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ഗവേണൻസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം മാത്രം. 18ാമത്തെ ചോദ്യം. 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് CRKI ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉം മാത്രം. 19ാമത്തെ ചോദ്യം. ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരി? ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 20ാമത്തെ ചോദ്യം. താഴെ ഹൃദയ പേശികോശങ്ങളുടെ ഗുണസവിശേഷതകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രം. 21ാമത്തെ ചോദ്യം. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. ഏതൊക്കെ കോമ്പിനേഷനുകളാണ് ശരി? ശരി ഉത്തരം ഓപ്ഷൻ എ. ഉത്തരങ്ങൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. അടുത്ത ചോദ്യം. 22ാമത്തെ ചോദ്യം. അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. 23ാമത്തെ ചോദ്യം. പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതൊക്കെയാണ് ശരി? ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 24ാമത്തെ ചോദ്യം. കാലാ അസർ രോഗം മൂലമുണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ലീഷ്മാനിയ ഡോണോവാനി. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരി ഉത്തരം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. അതായത് 1. നയനാമൃതം 2.0 കേരള സർക്കാരിൻ്റെ ഒരു AI പവർ നേത്രപരിശോധനാ സംരംഭമാണ്. 2. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടെയുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. 3. റെമിഡിയോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയനാമൃതം 2.0. 26ാമത്തെ ചോദ്യം. Xഉം Yയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 27. 27ാമത്തെ ചോദ്യം. എക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയും. ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിക്കുകയും തുടർന്ന് എ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എ എത്ര ദിവസം ജോലി ചെയ്തു? ഉത്തരം ഓപ്ഷൻ ഡി 7. 28ാമത്തെ ചോദ്യം.
150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിൽ 6 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ എ 8.2 സെക്കൻഡ്. 29ാമത്തെ ചോദ്യം. എ, ബി എന്നീ രണ്ട് പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 55 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 45 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അവ എപ്പോൾ കണ്ടുമുട്ടും? ഉത്തരം ഓപ്ഷൻ ബി 72 മിനിറ്റ്. 30ാമത്തെ ചോദ്യം. ഒരു ജ്യാമിതീയ പ്രോഗ്രഷന്റെ ആദ്യ 3 പദങ്ങളുടെ ആകെത്തുക 21 അവയുടെ ഗുണനഫലം 216 ആണെങ്കിൽ പൊതു അനുപാതം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 2. 31ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 49. 32ാമത്തെ ചോദ്യം. ലയണിനെ PNKQI കോഡ് ചെയ്താൽ ടൈഗറിന്റെ കോഡ് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി TVKIG. 33ാമത്തെ ചോദ്യം. സിംഹം മാംസഭോജിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശു ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി സസ്യഭുക്ക്. 34ാമത്തെ ചോദ്യം. ഒരു സാധാരണ ക്ലോക്കിൽ പുലർച്ചെ 3:45 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ ഡിഗ്രി അളവിൽ എത്രയാണ്? കോൺ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 157.5. 35ാമത്തെ ചോദ്യം. 17:103നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 3. 36ാമത്തെ ചോദ്യം. സമ്മതമില്ലാതെ ഡാഷിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി നിയമപരമായ രക്ഷാധികാരി. 37ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന്റെ ഘടകമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി സമ്മതം. 38ാമത്തെ ചോദ്യം. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി എ, ബി അല്ലെങ്കിൽ സി. 39ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഉത്തരം ഓപ്ഷൻ സി ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. 40ാമത്തെ ചോദ്യം. സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി 2, 3, 4 ശരിയാണ്. 41ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. 42ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി. 43 ഓപ്ഷൻ സി. 44 ഓപ്ഷൻ ബി. 45 ഓപ്ഷൻ ഡി. 46 ഓപ്ഷൻ സി. 47 ഓപ്ഷൻ ബി. 48 ഓപ്ഷൻ ബി. 49 ഓപ്ഷൻ എ. 50 ഓപ്ഷൻ ബി. 51 ഓപ്ഷൻ ബി. 52 ഓപ്ഷൻ സി. 53 ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 100. ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 100. 55ാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ഉത്തരം ഓപ്ഷൻ ബി 60 ദിവസം. 56ാമത്തെ ചോദ്യം. 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 279A. 57ാമത്തെ ചോദ്യം. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിലെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 86. 58ാമത്തെ ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരം ഓപ്ഷൻ എ 44ാം ഭേദഗതി. 59ാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി നിയമപ്രകാരം പാർലമെന്റിന്. 60ാമത്തെ ചോദ്യം. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി OBCകളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. 61ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. 62ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. 74ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആഴം. 75ാമത്തിൻ്റെ ഉത്തരം ഫ്ലിൻ പ്രഭാവം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ. 76ൻ്റെ ഉത്തരം ഓപ്ഷൻ എ വൈകാരിക പകർച്ചവ്യാധി. 77ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 78ൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്വയം നിറവേറ്റുന്ന പ്രവചനം. 79ൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്തംഭനാവസ്ഥ. 80ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 81. ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് given in bold in the given sentence from the following options. I will never follow you. ഉത്തരമായി വരുന്നത് ബി. ഓപ്ഷൻ ബി adverb. 82ാമത്തെ ചോദ്യം. കറക്റ്റ് ദ ഗിവൺ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെബ് ഫോം ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ദ ക്ലാസ് 5th who have registered for the study tour have requesting for leave since yesterday. ഉത്തരം ഓപ്ഷൻ സി have been requesting. 83ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ compound complex sentence from the following. ഉത്തരം ഓപ്ഷൻ ഡി. മൈ ഫ്രണ്ട് ഹു വാസ് ഇൻ ദുബായ് കെയിം യെസ്റ്റർഡേ ആൻഡ് ഗേവ് മീ സം ഗിഫ്റ്റ്സ്. 84ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഉത്തരം ഓപ്ഷൻ എ. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ്. 85ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ യൂസിങ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ്. He fought dash his life the whole day. ഉത്തരം ഓപ്ഷൻ സി 4. 86ാമത്തെ ചോദ്യം. യൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ്. ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ. ഉത്തരം ഓപ്ഷൻ ഡി ക്യൂവർ ഓഫ് ആരോസ്. 87. ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കോമ്പൗണ്ട് വേർഡ്സ്? ഐസ്ക്രീം, സെയിൽബോട്ട്, റെയിൻഫോൾ, ബാക്ക്യാർഡ്, ഫുട്ബോൾ, ബട്ടർഫ്ലൈ. ഉത്തരം ഓപ്ഷൻ ബി ഓൾ. 88ാമത്തെ ചോദ്യം. ദ സ്ട്രൈക്ക് വാസ് ഡാഷ്. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഫ്രം ദ ഫോളോയിങ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഉത്തരം കോൾ ഓഫ്. ഓപ്ഷൻ ഡി കോൾ ഓഫ്. 89ാമത്തെ ചോദ്യം. ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ഹെർ ട്രെയിനിങ് പീരീഡ്. ഹിയർ ദ ഇഡിയം ഇൻ ബോൾഡ് മീൻസ്. ഉത്തരം ഓപ്ഷൻ എ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. 90ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഉത്തരം ഓപ്ഷൻ സി അക്വൈൻറ്റൻസ്. ACQUAINTANCE. അടുത്തതായി മലയാളം ചോദ്യങ്ങളാണ്. 91ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിമ്മിട്ടം. 92ാമത്തെ ചോദ്യം. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക. 93ാമത്തെ ചോദ്യം. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി മഹച്ചരിതം. 94ാമത്തെ ചോദ്യം.
വണ്ട് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ പിപീലിക. ബാക്കിയെല്ലാം വണ്ടിന് ഉദാഹരണങ്ങളാണ്. ഭ്രമരം, ഭൃംഗം, അളി എന്നൊക്കെ പറഞ്ഞാൽ വണ്ട് തന്നെയാണ്. 95-ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഇതാണ് ശരിയായ വാക്യം. 96-ാമത്തെ ചോദ്യം. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഗർഹണീയത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? സ്പൃഹണീയം. ഓപ്ഷൻ ബി സ്പൃഹണീയം. 97-ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഓപ്ഷൻ സി നമ്മൾ. 98-ാമത്തെ ചോദ്യം. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. 99-ാമത്തെ ചോദ്യം. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ദിക്ക് അധികം മുഖം. ദിക്ക് പ്ലസ് മുഖമാണ് ദിങ്മുഖം. 100-ാമത്തെ ചോദ്യം. ബ്രെവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാളം അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി സംക്ഷിപ്തത. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.